മായിൽ ഫസ്റ്റ് കാണുന്ന ഭാഗം. ആ അവിടുന്ന് ഒരു ചെറിയൊരു ക്വാർട്ടർ മേടിച്ചിട്ട് വേറെ ഒരു ചെക്കനും ഞാനും കൂടി സൈഡിൽ നിന്ന് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു ബൈക്കിൽ 2 പോലീസുകാർ വന്നു. വന്നു കഴിയുമ്പോൾ തന്നെ പിന്നെ ഒരു 5-6 അടിച്ചിട്ട് ജീപ്പിനകത്തോട്ട് ബൈക്ക് ഇട്ടിട്ട് അതിൻ്റെ ബേക്കിൽ കൊണ്ട് ഒരുപാട് പോലീസുകാർ വണ്ടി പട്ടപടാനുള്ള ഞാത്തി വെച്ചിട്ട് പട്ടപടാൻ ഒരു സൈഡിൽ കൊണ്ട് ക്യാമറ ഇല്ലാത്ത സൈഡിൽ കൊണ്ടിട്ട് മോളിൽ കൊണ്ടിട്ട്. നിങ്ങൾ എന്തേ പറഞ്ഞു പോലീസിന്? ഒന്നും പറഞ്ഞില്ല, ഒന്നും ഞാൻ രണ്ടാമത്തെ സൈഡ് കേട്ടിട്ടില്ല. ഒന്നും പറഞ്ഞില്ല, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ 240 രൂപ അതുകൊണ്ട് അത് പോലീസ് വാങ്ങി. അത് നിങ്ങളുടെ പേരെന്താണ്? തോമസ്. എത്ര വയസ്സായി? 51. വീട് എവിടെയാണ്? പെരളം. ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീടുണ്ടോ? മക്കളുണ്ടോ? ഭാര്യ കല്യാണം കഴിച്ചിക്കണോ? എത്ര മക്കളുണ്ട്? 2 ആൺകുട്ടികൾ. മക്കളുടെ പേരെന്താ? രണ്ടാമത്തെ എത്ര വയസ്സായി ഉണ്ടാവും? ഓൽക്ക് നിങ്ങൾ വേർതിരിഞ്ഞ വിവാഹം? ബന്ധം വേർപെടുത്തിയിട്ടൊന്നുമില്ല. കോടതി വെച്ച് നമ്മൾ കേസോ വഴക്കമൊന്നുമില്ല. കല്യാണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു, കുടുംബമായിട്ട് മാറി നിൽക്കുന്നു. 13 വർഷമായി ഞാൻ എൻ്റെ ഭാര്യയും പിള്ളേരെ കാണാൻ നോക്കുന്നു. ഇതിപ്പോൾ എന്ത് സംഭവിച്ചതാണ്? ഇതിൻ്റെ മുമ്പ് ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റർ ഇടണ മുന്നേ എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടതിനെ കൊണ്ട് അതിപ്പോൾ ആ ദൃശ്യം പോയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഹിയിൽ ഫസ്റ്റ് വണ്ടി ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി, കോഴിക്കോട് നിന്ന് വണ്ടി കയറിയിട്ട്
റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ഫസ്റ്റ് കാണുന്ന ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ബാറിൻ്റെ അടുത്ത് നിന്ന് ഒരു ക്വാർട്ടർ മേടിച്ചു. ഒരു ക്വാർട്ടർ മേടിച്ച് 75 രൂപ കൊടുത്തിട്ട് ഒരു ക്വാർട്ടർ മേടിച്ചിട്ട് അതിൻ്റെ ഒരു കടയുടെ ബൈക്കിൻ്റെ ഒരു സൈഡിൽ പോയിട്ട് പൊട്ടിച്ചിട്ട് കഴിച്ചു. കഴിക്കുമ്പോൾ 2 ബൈക്കിന് 2 പോലീസുകാർ വേറെ ജാത്തിയുണ്ട്. അവർ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വെറുതെ മൂത്രം ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇതാരാ ഈ കുപ്പി അടിച്ചിട്ട് ഇവിടെ ഇട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, ഞാൻ അടിച്ചിട്ടില്ല, പല ആൾക്കാരും ഇവിടെ അടിച്ചിട്ട് പോകുന്നത്, നമ്മളടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നുണ പറയില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു നീയാ ഇത് അടിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. നീ അടിച്ചതെന്ന് പറഞ്ഞു. നുണ പറയുമെന്ന് വെച്ചിട്ട് എനിക്ക് വഴി വെച്ചിട്ട് അടിച്ചിട്ട് ചൂടിലെടുത്തിട്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേഷനിൽ നിന്ന് SIനെ ഒരു 4 പോലീസുകാരെ വണ്ടിക്ക് വരുത്തിയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വേറെ തെറ്റൊന്നും കാണിച്ചില്ല, ഞാൻ ഇച്ചിരി വെള്ളം എൻ്റെ 207 രൂപ ഉണ്ടായിരുന്നു കയ്യിൽ, ബാക്കി ചില്ലറ പൈസ ഉണ്ടായിരുന്നു. ആ പൈസ അതും ഇവർ ഈ പോലീസുകാർ വന്ന ബൈക്കിന് വന്ന 2 പോലീസുകാർ അത് മേടിച്ചു, തട്ടിമറിച്ച് മേടിച്ചു 207 രൂപ. അത് കഴിഞ്ഞ് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നില്ല, ഇപ്പം പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസ് വണ്ടി വരുത്തി. പോലീസ് വണ്ടിക്ക് അതൊരു 4 പോലീസുകാർ വന്നു, 6 പോലീസുകാരുണ്ടായിരുന്നു. 6 പോലീസുകാർ പിന്നെ വലിച്ച് വണ്ടിക്കകത്ത് കയറ്റിയിട്ടിട്ട് വണ്ടിയുടെ ഡോർ അടച്ചിട്ട് ഒരു കടയുടെ സൈഡിൽ ഒരു ബേക്കിൽ ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ കൈയും കാലിട്ട് പുറത്തോട്ടെല്ലാം അടിച്ച് കാലത്ത് വെച്ച്. ഇവിടെ പോലീസിന് എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അല്ല, തെറിയ പാടൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും എടാ പോടാ അങ്ങനെ എന്തെങ്കിലും ഡ്യൂട്ടി ടൈമിൽ പറയണം പ്ലീസ്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോലീസുകാരന്? ദേഷ്യപ്പെട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തിനും ഞാൻ ചോദിച്ചു, ഇത്രയും ചോദിച്ചു, വെള്ളം അടിക്കാൻ നിങ്ങൾ എന്തിനും നിങ്ങളിത് തല്ലുന്നതെന്ന് ചോദിച്ചു. ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, വേറെ അല്ലാതെ തെറിയ പറയുക ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. മായി അല്ലേ? എന്നാ ഡേറ്റ് എന്നാണ്? ഡേറ്റ് ഇപ്പം നിങ്ങളവിടെ പോയ ഡേറ്റ് എന്നാ ഓർമ്മ ഉണ്ടോ? പിന്നെ അന്ന് സാറിനെ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പിന്നെ 30-ാം തീയതി. 30-ാം തീയതി 6 മണിക്ക് സംഭവിക്കുന്നു. സംഭവിക്കുന്നു.